ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. തമ്പനയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലേ, ബെർത്ത് വ്ളോഗാണ്. സത്യം പറയാമല്ലോ, ഞാൻ ഒരുപാട് തവണ ആലോചിച്ച് വീഡിയോ എടുക്കണോ വേണ്ടായോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു. പക്ഷേ പിന്നീട് ആലോചിച്ചപ്പോൾ തോന്നി എടുത്ത് വയ്ക്കാം, നല്ലതല്ലേ. കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് എടുത്ത് നോക്കുമ്പോൾ ഒരു സന്തോഷമായിരിക്കും. അതുകൊണ്ടാട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ തന്നെ പ്ലാൻ ചെയ്തത്. അങ്ങനെ ബാഗെല്ലാം പാക്ക് ചെയ്തു, ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ സെറ്റാക്കി വെച്ചു. 2 ദിവസം മുമ്പ് ഞങ്ങൾ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 9 മണിയാകുമ്പോൾ ഹോസ്പിറ്റലിൽ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ മമ്മി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രഗ്നൻസി ഫുള്ള് തിരുവല്ലയിൽ തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് തിരുവല്ല ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് അടുത്താകട്ടെ, ഇവിടെ ഒരു 10 മിനിറ്റുള്ള ഹോസ്പിറ്റലിലേക്ക്. ഇനി ആഫ്റ്റർ ഡെലിവറി എൻ്റെ വീട്ടിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് തിരിയുന്നതാണ് ഹോസ്പിറ്റൽ. 5 മിനിറ്റോളം ഇവിടെ നിന്ന് ഇനി ഹോസ്പിറ്റലിലേക്ക്. എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ പ്ലാൻ ചെയ്തു. പക്ഷേ എന്തൊക്കെ വീഡിയോസ്, ഏതൊക്കെ തരത്തിൽ, എങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല. ഹോസ്പിറ്റലാണ്, പിന്നെ നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റാത്ത സ്ഥലങ്ങൾ ഒരുപാടുണ്ട്, ഫോൺ യൂസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പം എന്നെ കൊണ്ട് ആവുന്നത് പോലെയൊക്കെ വീഡിയോ എടുക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് ഹോസ്പിറ്റൽ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്നാണ് ഹോസ്പിറ്റലിൻ്റെ പേര്. 2021 ഈ ഹോസ്പിറ്റൽ ഇവിടെ ഓപ്പൺ ചെയ്യുന്നത്. കല്ലിശ്ശേരി, ചെങ്ങന്നൂർ കല്ലിശ്ശേരിയിലാണ് ഈ ഹോസ്പിറ്റൽ. ഇവിടെ ആദ്യം തുടങ്ങുമ്പോൾ ഗൈനയ്ക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എല്ലാ ട്രീറ്റ്മെൻറ്റും അവൈലബിളാണ് കേട്ടോ. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഞങ്ങളിങ്ങനെ റിസപ്ഷനിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചേട്ടനോട് അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കിലാണ്. ഞാനും മമ്മി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കുകയാണ്. ഈ നേരെ ഇവിടുത്തെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് ലേബർ റൂമിലേക്ക് പോകാൻ. അന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ എനിക്ക് തോന്നുന്നു കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ആയിരിക്കണം. അപ്പോൾ അഡ്മിഷൻ്റെ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ നേരെ ലിഫ്റ്റ് കയറി പോവുകയാണ്. ലേബർ റൂമിൽ ഇവിടുന്ന് 4th ഫ്ലോറാണെന്ന് തോന്നുന്നു. അപ്പോൾ അവർ മമ്മിയും ഇച്ചാനും റൂമിലേക്കും ഞാൻ നേരെ ലേബർ റൂമിലേക്കുമാണ് പോകുന്നത്. അങ്ങനെ അവിടുത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നേരെ റൂമിലേക്ക് വന്നു. ഇതാണ് റൂം കയറി വന്നപ്പോൾ ഒരു കിറ്റൊക്കെ കൊണ്ടുവച്ചേക്കുന്നു ഹോസ്പിറ്റലിൻ്റെ വകയായിട്ട്. നോക്കിയപ്പോൾ ടിഷ്യൂ പേപ്പർ ഉണ്ടായിരുന്നു, പിന്നെ ടൂത്ത് പേസ്റ്റ്, ടൂത്ത് ബ്രഷ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. പിന്നെ റൂം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈ സ്റ്റാൻഡേർഡ് ബെഡുണ്ട് പേഷ്യൻറ്റിനും, പിന്നെ TV, പിന്നെ എല്ലാ റൂമും AC ആണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ബാത്റൂം. അത് കഴിഞ്ഞ് ഉച്ചയൊക്കെ ആയി, ഫുഡൊക്കെ വന്നു. അങ്ങനെ ഫുഡും എല്ലാം കഴിച്ച് ഞങ്ങൾക്ക് 2 പേർക്ക് സെയിം ഫുഡ് തന്നെയാണ്. പക്ഷേ കൂട്ടാനും വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പേഷ്യൻറ്റിന് വേറെയും ബൈസ്റ്റാൻഡറിന് വേറെയും കൂട്ടാനൊക്കെയാണ് കൊടുക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ ചോറൂണും കരടിയെല്ലാം കഴിഞ്ഞ് TV ഒക്കെ കണ്ട് കുറച്ച് നേരം കിടന്നു. അങ്ങനെയാണ് ലേബർ റൂമിൽ പോയപ്പോൾ എനിക്ക് 2 ടാഗ് കൈ കെട്ടി തന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ 2 എണ്ണമൊക്കെയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഇങ്ങനെയാണ് 2 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം കിടന്ന് ഉറങ്ങാമെന്ന് കരുതി. അപ്പോൾ ലേബർ റൂമിൽ നിന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഈവനിങ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 7-8 മണിയാകുമ്പോഴത്തെ ലേബർ റൂമിൽ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറയും മോർണിംഗിന് എപ്പോൾ ചെല്ലണമെന്നൊക്കെ കേട്ടോ. അങ്ങനെ ഈവനിങ് എഴുന്നേറ്റ് കുളിയൊക്കെ പാസ്സാക്കി കുറച്ച് നേരം അതിൽ കൂടെ നടന്നപ്പോഴാണ് നല്ല വ്യൂ കണ്ടപ്പോൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിന്നു. ഞങ്ങൾ 6th ഫ്ലോറിൽ റൂം എടുത്തേക്കുന്നു കേട്ടോ. അപ്പോൾ അവിടെയും താഴേക്ക് നോക്കാൻ നല്ല ഭംഗിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അങ്ങോട്ടുള്ള വീഡിയോസൊക്കെ എങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഈവനിങ് ആയി, നേരം മുഴുവൻ രാത്രി വന്ന് കിടന്ന് ചോറൂടെല്ലാം കഴിഞ്ഞ് കിടന്നിട്ട് വെളുപ്പിനെ ഇനിയും പോകേണ്ട വരും. അവരൊന്ന് പറയും എപ്പോഴാണ് സമയമെന്ന്. ഉച്ചയ്ക്ക് ചെന്നപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോർണിംഗ് ടൈം പറയുമെന്ന് പറഞ്ഞിട്ട്. മിക്കവാറും 4 o'clock ആയിരിക്കും ചെല്ലാൻ പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ എങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. അങ്ങനെ ഈവനിങ് 8 മണിയായപ്പോൾ ലേബർ റൂമിൽ പോയി അവിടുത്തെ പ്രോസസ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നു. ഫുഡ് കഴിച്ചു, കയറി കിടന്നുറങ്ങി. അവർ പറഞ്ഞു മോർണിംഗ് 4 o'clock ആകുമ്പോൾ ലേബർ റൂമിൽ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ 3:30 ആയപ്പോൾ ഞാൻ എഴുന്നേറ്റു മമ്മി. അപ്പോൾ അവർ പറഞ്ഞ് 2ആയിട്ട് മുടി കെട്ടണം, ഓർണമെൻറ്റ്സ് എല്ലാം ഊരി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുടിയൊക്കെ 2ആയിട്ട് കെട്ടി മമ്മി സെറ്റാക്കി തന്നു. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്.
അങ്ങനെ 2 ഡേയ്സ് ഹോസ്പിറ്റലായിരുന്നു. നോർമൽ ഡെലിവറിക്ക് 2 ഡേയ്സേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്കുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. വേറൊന്നുമല്ല, സത്യം പറഞ്ഞാൽ സമയം കിട്ടിയില്ല, വിട്ടുപോയി. 2 ഡേയ്സ് കഴിഞ്ഞ് ഞങ്ങൾ ഡിസ്ചാർജ് ആവുകയാണ്. അപ്പോൾ എൻ്റെ വീട്ടിലേക്കാണ് ഞാൻ പോകുന്നത്. ഡിസ്ചാർജ് സമൃദ്ധി തന്ന കൂട്ടത്തിൽ നഴ്സുമാർ ഞങ്ങൾക്കൊരു ഇങ്ങനൊരു ഗിഫ്റ്റും തന്നിട്ടുണ്ടായിരുന്നു വണ്ടിയിൽ വെക്കാൻ. അങ്ങനെ ഹോസ്പിറ്റലിലെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങളങ്ങനെ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. എൻ്റെ വീട് കുളത്തെങ്കിൽ കോന്നി എന്ന് പറയും. ഏകദേശം എത്താറായി. എനിക്ക് ഇത്രയെങ്കിലും വീഡിയോസ് എടുക്കാൻ പറ്റിയതിൽ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ, സത്യം പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ടാറ്റാ.